പുതിയ കൃഷിക്കാരനാണ്. യഥാർത്ഥത്തിൽ നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു ഐറ്റം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് പോയി വാങ്ങി 10 പേരെ. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു വലിയ ഹോട്ടലുണ്ട്. അവിടുത്തെ ഫുഡ് വേസ്റ്റ്, ചിക്കൻ വേസ്റ്റ് എല്ലാം കൊടുത്ത് വളർത്താനാണ് പ്ലാൻ. 10 പന്നികളെ മേടിച്ചു. ഒരെണ്ണത്തിന് ഏകദേശം 6000 രൂപ വീതം. ഈ റൂമിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കൊടുക്കും. ഹോട്ടലിലെ ചിക്കൻ ബാക്കി വന്നതും, ബ്രോയിലർ ചിക്കൻ്റെ വേസ്റ്റുകൾ, കപ്പയുടെ വേസ്റ്റ്, അങ്ങനെയെല്ലാം ഉണ്ട്. ഏകദേശം എത്ര കിലോ ഉണ്ട് ഇത്? ഒരെണ്ണം 20 കിലോ. എത്ര വരെയാവും? ആ, ഇത് ഒരെണ്ണം ഏകദേശം 20 കിലോ ഉണ്ട്. 100 കിലോ മേളിൽ വരെ ആകും. നല്ല ഇനം പന്നികളാണ്. ഇതിൻ്റെ പേരെന്താ? ശീമപ്പന്നി. നാടൻ പേര് ശീമപ്പന്നി എന്നാണ്. അപ്പുറത്തത് അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള റൂം. ഏറ്റവും അങ്ങേയറ്റത്തത് ഏറ്റവും അങ്ങേയറ്റത്തത് നല്ല ഫ്രഷായിട്ട് കിടക്കുന്നു. ഇത് 2ാമത്തെ ടാങ്ക്. ഇത് 3ാമത്തെ ടാങ്ക്. 3ാമത്തെ ടാങ്കിൽ കഴുകി അപ്പുറത്തെ ചെറിയൊരു ടാങ്കിലേക്ക് വിടും. അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡിൽ കിടക്കും. അപ്പം ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, മണമൊന്നുമില്ലാതെ ക്ലീനായിട്ട് ഇതിനുള്ളിൽ കിടന്നോളും. സെപ്റ്റിക് ടാങ്ക് പോലെ. അത് ഞങ്ങളുടെ നെൽകൃഷി പാടമാണ്. ഉഴുത് റെഡിയാക്കിയിട്ടിരിക്കുന്നു. ഡ്രൈ ആക്കിയിട്ട് പൊടിക്കടിച്ച് ഇട്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് ഒഴുകുന്നുണ്ടായിരുന്നു, ഇന്നില്ല. കാർഷിക അന്തരീക്ഷമാണ്. നേരത്തെ പുള്ളിക്കാരന് പശു, ആട്, പോത്തൊക്കെ ഉണ്ടായിരുന്നു. ആടും പോത്തും നിർത്തി. വലിയ ലാഭമില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ പന്നി വളർത്തലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒരു യഥാർത്ഥ കൃഷിക്കാരനാണ്. വലിയൊരു ബിൽഡിങ് വെച്ചു, പക്ഷേ പകുതിയായിട്ട് ഫിനിഷായിപ്പോയി. ഹോട്ടലിൻ്റെ പ്ലാനിൽ ചെയ്തതാണ്, ഹോം സ്റ്റേ പോലെ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ഉൾപ്രദേശമാണ്. കൈനഗിരിയുടെ ഏറ്റവും ഉൾപ്രദേശം ആയിരവേലി എന്ന് പറയും. ഇവിടം വരെ ഗസ്റ്റ് എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതിനാൽ ഹോം സ്റ്റേ ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചു. 3 നിലയായിരുന്നു പ്ലാൻ. പകുതി വെച്ച് സ്റ്റക്കായി. ഏകദേശം 50 ലക്ഷത്തോളം മുടക്കിയിട്ടിരിക്കുകയാണ്. ബാക്കി ഇനിയും ഉടനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ വർഷം ടൂറിസം സീസൺ വളരെ വളരെ മോശമായിരുന്നു. ഒരിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നു. വേണ്ട, ആയിരവേലിലക്കരെ ഒരു റിസോർട്ടും കള്ള് ഷാപ്പും എല്ലാം കൂടെ ഉണ്ട്. അവിടെ നിന്നുള്ള ഫുഡ് വേസ്റ്റാണ് മെയിനായിട്ട് ഭക്ഷണം. ആറ്റുതീരം സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, അവിടുത്തെ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ നിന്ന് വേസ്റ്റ് ഒഴിവാക്കി കൊടുക്കുന്നതിനാൽ അവർക്കും സന്തോഷം. വഴക്കുണ്ടാക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ.